ഉലമാഇനെ കുറിച്ച് മുത്തുനബി പഠിപ്പിച്ചത് ദീപസ്തംഭങ്ങൾ എന്നാണ്, വടവൃക്ഷങ്ങൾ എന്നാണ്, അഭയകേന്ദ്രങ്ങൾ എന്താണ്, ആ ഉലമാഇന്റെ ശക്തി പകരാൻ ഒരാൾ മുന്നോട്ട് വരുമ്പോൾ അല്ലാഹു ളാമിനുൻ അലൈഹി, പടച്ചവന്റെ പൊരുത്തവും സംരക്ഷണവും ആ വ്യക്തിക്ക് ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, ഉസ്താദ് അവർകൾ പ്രായം 90-നടുത്തെത്തുമ്പോഴും കർമ്മകുശലതയുടെ നേർ ആൾ രൂപമാണ്. ബഹുമുഖ പദ്ധതികളുമായി കുതൂഹലം കൂട്ടുന്ന ആ മനസ്സിന് നമ്മോട് പറയാൻ ഇനിയും ഒട്ടേറെ സന്ദേശങ്ങൾ ബാക്കിയുണ്ട്. അതെല്ലാം കേൾക്കണം, ആനന്ദത്തോടെ കാതോർക്കണം, ഉൾപ്പുളകത്തോടെ ഏറ്റുവിളിക്കണം. ആ പ്രഖ്യാപനങ്ങൾക്ക് മുന്നിൽ തക്ബീർ മുഴക്കണം. ആ മുഖത്തു നോക്കി ഈമാൻ കോരി കുടിക്കണം. ആ പ്രതിജ്ഞകളിൽ നമ്മുടെ സായുജ്യവും സന്തോഷവും കണ്ടെത്തണം. നിറഞ്ഞ ഊർജവുമായി നമുക്ക് നമ്മുടെ പ്രവർത്തക മേഖലകളിലേക്ക് തിരിച്ചു പോകണം. ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ആയിരങ്ങളുടെ മനസ്സിൽ ഈ ഇഖ്ലാസിന്റെ നല്ല വിചാരമല്ലാതെ മറ്റൊന്നുമില്ല തന്നെ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആലിമുകളുടെ ഒച്ചപ്പാട് ഈ സമൂഹത്തിനു നൽകിയ വല്ലാത്ത ആനന്ദം, അതിൽ നിന്ന് ഈ സമൂഹം ഊർജം ഏറ്റെടുത്തു. അത് ഈ സമൂഹത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് വെള്ളവും വെളിച്ചവുമേകി. ആ സ്ഥാപനങ്ങൾ നമ്മുടെ ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകകളായി നമുക്ക് വെളിച്ചം കാണിച്ചപ്പോൾ ഈ സ്ഥാപനം നമ്മുടെ ഏറ്റവും വലിയ ജീവൽ പ്രമേയങ്ങളിലൊന്നായി ഹൃദയത്തിനകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടുകയുണ്ടായി. മർക്കസു സഖാഫത്തി സുന്നിയ ഒരു വികാരമാണ്, ഒരു വിശ്വാസമാണ്. ആ മഹത്തായ സ്ഥാപനത്തോടുള്ള സ്നേഹം ഹൃദയത്തിന്റെ ഉള്ളിൽ ആഴത്തിൽ രക്തത്തിൽ മുദ്രണം ചെയ്തിട്ടുള്ളതാണ് ഓരോ സുന്നി പ്രവർത്തകനെ സംബന്ധിച്ചു. അതുകൊണ്ട് തന്നെ എതിർപ്പുകൾ ഈ സ്ഥാപനത്തെ ഒരിക്കലും തളർത്തിയിട്ടില്ല. ഈ സ്ഥാപനത്തിന് ഒരിക്കലും പകർന്നപ്പോൾ